സർക്കാരിന്റെ വരുമാനം കൂടി. ഞങ്ങളുടെ മുമ്പിൽ ഒരു കർണാടക മോഡൽ വന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവന്മാരൊക്കെ കുടിക്കണം, വീര്യം കൂടിയത് കുടിച്ച് അടിച്ച് പഴുത്ത് കോട് തിരിഞ്ഞ് കരളും പോയി കൂപ്പും പാടി ചത്തുപോണേക്കാൾ നല്ലത് ഇവർ വീര്യം കുറഞ്ഞത് കുടിച്ചോട്ടെ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇന്ധനവില ഇടക്കിടക്ക് വർദ്ധിപ്പിച്ചിരുന്ന മോദി സർക്കാരിനെതിരെ കമാ എന്ന് പറയാതെ വില കൂടുന്നതിനനുസരിച്ച് സംസ്ഥാനത്തിന്റെ നികുതി കുറക്കണമെന്നും പറഞ്ഞ് പ്രതിഷേധിച്ച അതേ സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഇന്ധന നികുതി ഒരു പൈസ കുറക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ബെക്കാടി കമ്പനിക്ക് ലാഭം ഇരട്ടിപ്പിക്കാനുള്ള മദ്യനികുതി കുറക്കുകയും ചെയ്യുന്നു. വാക്കാണല്ലോ പ്രധാനം, ഏത് വാക്കേ എന്ന് ഇടക്കിടക്ക് പുട്ടിന് പീരയിടുന്ന പോലെ തട്ടിവിട്ടിരുന്ന സതീശൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ മിണ്ടില്ല. വർഷം 3720 കോടി, എത്രയെ 3720 കോടി രൂപ ചെലവ് വരുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായിട്ട് നിർത്തലാക്കി. എന്നിട്ടോ വർഷം 600 കോടി മാത്രം ചെലവ് വരുന്ന KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നടപ്പിലാക്കിയ സതീശൻ പുരുഷന്മാർക്ക് ഈ സൗകര്യം കൊടുക്കാത്തതിന്റെ കാരണമായി അന്ന് പറഞ്ഞത് അവർക്ക് ഈ സൗജന്യം കൊടുത്തിട്ട് കാര്യമില്ല, അങ്ങനെ മിച്ചം വെക്കുന്ന കാശ് വീട്ടിലെത്തില്ല എന്നാണ്. അതായത് പുരുഷന്മാർ ആ കാശ് കൊണ്ട് കള്ളു കുടിക്കുമെന്നാണ് സതീശൻ പറയാതെ പറഞ്ഞത്. സർക്കാരിന് മറ്റൊരു രീതിയിൽ ആ കാശ് ലാഭമായി വരും, എന്നാലും അത് വേണ്ട എന്നാണെന്ന് സതീശൻ പറഞ്ഞത്. പാവം പുരുഷന്മാരിലെ മദ്യാസക്തിയുടെ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കരുതൽ കണ്ടോ എന്ന മട്ടിലാണ് നിഷ്കളങ്കരായ സ്ത്രീകൾ അതിനെ കണ്ടത്. അധികാരം ലഭിക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടിക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നതിനും സതീശന് മറുപടി ഉണ്ടായിരുന്നു. പൂവറിയാതെ പൂവിൽ നിന്നും വണ്ട് തേൻ കുടിക്കുന്ന പോലെ ജനങ്ങളറിയാതെ ജനങ്ങളിൽ നിന്നും സർക്കാർ നികുതി പിരിക്കുമെന്നാണ് സതീശൻ എന്ന് പറഞ്ഞത്. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നതിന് കോൺഗ്രസ് നേതാവ് നമ്മുടെ BRM ഷഫീർക്ക് പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും UDF വോട്ട് ചെയ്തവർ ഞെട്ടിക്കാണും. മദ്യനിരോധനമാണ് ഞങ്ങളുടെ നയമെന്നും അതല്ല മദ്യവർജനം തന്നെയാണ് ഞങ്ങളുടെ നയമെന്നും ഇടക്കിടക്ക് സൗകര്യപൂർവ്വം മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന UDF മദ്യനയം ശരിക്കും എന്താണെന്നും ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള പണം, അതായത് സ്ത്രീകൾക്ക് നൽകിയ സൗജന്യ യാത്രയുടെ ചെലവിനുള്ള പണം കണ്ടെത്തുന്നത് അടക്കം എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ BRM ഷഫീർ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. സതീഷിന്റെ മറ്റൊരു വിസ്മയം കൂടിയാണ് ഷഫീർക്ക് വളരെ കൃത്യമായി പറഞ്ഞത്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് KN ബാലഗോപാൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ആ ബജറ്റിൽ ഈ പറയുന്ന നികുതി നിർദ്ദേശം ഉണ്ടായില്ല. അതിനുശേഷം ഫിനാൻസ് ബില്ല് വരികയും ചെയ്തിരുന്നു. പക്ഷേ ആ സർക്കാരിന്റെ അവസാന കാലത്തുണ്ടായ ബജറ്റിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അത് തൊടാതിരുന്നു. സാർ, എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. 2021 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീ MV ഗോവിന്ദൻ അതിന്മേൽ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയി. അല്ലെങ്കിൽ വലിയ വിവാദമാകും, പല സാമുദായിക സംഘടനകളും കൊണ്ടുപോകും എന്ന് കരുതി നയപരമായ തീരുമാനം എടുക്കാത്തതൊന്നുമല്ല. അല്ല, MB രാജേഷ് ഒക്കെ വന്നതിന് ശേഷം അത് പറഞ്ഞുതരാം. അപ്പോഴാണ് ഇവർ രണ്ടാമതൊരു നയം രൂപീകരിക്കുന്നത്. എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം അത് മരച്ചീനി പിന്നെ ഇങ്ങനെയുള്ള ചെറുകിട കർഷകരെ സഹായിക്കാൻ എന്ന പേരിൽ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു. അത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ച മന്ത്രിയുടെ പേര് KN ബാലഗോപാൽ എന്നാണ്. അത് ആ നിർദ്ദേശം അന്ന് ബഡ്ജറ്റിൽ KN ബാലഗോപാൽ വെച്ചത് ഈ പറയപ്പെടുന്ന ടാക്സ് വരുന്ന ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ധൃതി പിടിച്ച് തീരുമാനം എടുത്തതാണ് ചോദ്യം. പിന്നീട് എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ട് തീരുമാനമെടുത്തുന്നല്ലേ ചോദ്യം. അല്ല, അവരെന്തുകൊണ്ട് മോഡലുണ്ട്. ഏത് മോഡലാ? അവര് നികുതി നിർദ്ദേശം നടത്താത്തത് അതിന്റേതായ കാരണമുണ്ടാകും. ഞങ്ങൾ എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞുതരാം. അല്ലല്ല, അവര് നികുതി നിർദ്ദേശം എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ട് എടുത്തു? മാധു ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാണ്? BRM ഷഫീർ, അവരെടുക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കും. അല്ല, അതവിടെ നിൽക്കട്ടെ. ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ. ഈ കണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്ത് അങ്ങ് പിതാവാണ്, പേരിട്ടു, നൂറ് കെട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ടും എന്തുകൊണ്ടാണ് അതിന് നികുതി നിർദ്ദേശിക്കാതെ പോയിട്ടുണ്ടാവുക? അത് അവരോട് ചോദിക്കണം. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സർ ചോദിച്ചു, ആരോപണമായി വന്നപ്പോൾ ഇത് മാർക്കറ്റിൽ വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇനിയുള്ള ഫിനാൻസ് ബില്ല് വന്നതിന് ശേഷം UDF ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾ എടുത്താൽ ഇത് മാർക്കറ്റിൽ വരില്ല എന്ന് പറഞ്ഞില്ലേ? ആ മാർക്കറ്റിൽ വരേണ്ടതില്ല എന്ന തീരുമാനം LDF എടുത്തു. സാർ, അതുകൊണ്ടാണ് ഇപ്പോൾ UDF ഈ പറയുന്ന എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഫിനാൻസ് ബില്ലിന് ശേഷം ഇത് മാർക്കറ്റിൽ വന്നേനെ. അവിടെയാണ് വ്യത്യാസം. മാധു എന്തെങ്കിലും ചോദിച്ച് രക്ഷപ്പെടണ്ട. ഞാനാണ് അവിടെ മദ്യം കൊണ്ടുവരുന്നത്. എനിക്കിതിൽ എന്തെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വം. ഇടതുപക്ഷ ജനാധിപത്യ ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസാന തീരുമാനം എടുക്കാത്ത ഫയലിൽ നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനമെടുത്തു എന്ന് എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ മുമ്പിൽ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു, പൈസ ഇല്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു കർണാടക മോഡലുണ്ട്. എന്താണ് മോഡൽ? വീര്യം കുറഞ്ഞ മദ്യത്തിന് കർണാടക നികുതി കുറച്ചു.
അനുവാദം കൊടുത്തപ്പോ അവിടെ 3261.24 കോടി രൂപ ഉണ്ടായിരുന്ന വരുമാനം 3745.14 ആയിട്ട് കൂടി. അഥവാ 484 കോടി രൂപ ഒരു മാസം സർക്കാരിന്റെ വരുമാനം കൂടി. ഞങ്ങളുടെ മുമ്പിൽ ഒരു കർണാടക മോഡൽ വന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവമാരൊക്കെ കുടിക്കണം, വീര്യം കൂടിയത് കുടിച്ച് അടിച്ച് പഴുത്ത് കോണ തിരിഞ്ഞ് കരളും പോയി കൂപ്പും പാടി ചത്തുപോണേക്കാൾ നല്ലത് ഇവർ വീര്യം കുറഞ്ഞത് കുടിച്ചോട്ടെ. ശരി. അപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ്, സാമ്പത്തികം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അല്ലെ? സർ, ഒന്നാമത്തെ കാര്യം, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ആണുങ്ങൾക്ക്, അതായത് ഈ കുടുംബനാഥന്മാർക്ക് സഹായം കൊടുത്താൽ അത് മദ്യഷോപ്പിൽ പോകും, സ്ത്രീകൾക്ക് സഹായം കൊടുത്താൽ അത് കുടുംബത്തിൽ പോകും എന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞ ഇടത്താണ് ഈ പറയുന്ന കൂടുതൽ ഈ തീരുമാനം ഉണ്ടായി, അതിൽ നിന്ന് മദ്യം കൂടുതൽ കുടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായി, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ഘടകവിരുദ്ധത. രണ്ടാമത്തേത്, കർണാടക മോഡലിനെ കുറിച്ച് ഇന്നത്തെ ദിവസം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മന്ത്രിയുടെ അളിയനടക്കം എക്സൈസ് ലൈസൻസുകൾ കൊടുത്ത കേസിൽ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ അവിടെ. അതുകൊണ്ട് കർണാടക മോഡൽ എന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.